പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇല്ലെന്നുറപ്പായതോടെ ഏറ്റെടുത്ത ഭൂമി അനാഥമാകുന്നു. ഏക്കർ കണക്കിന് ഭൂമി കാട് കയറി നശിക്കുകയാണ്. കാട് കയറി നശിക്കുന്നത് മാത്രമല്ല പ്രശ്നം, ആ പ്രദേശത്ത് കാട്ടാന ശല്യം കൊണ്ട് നിവൃത്തിയില്ല എന്നുകൂടി പറയുന്നുണ്ട് നാട്ടുകാർ. ഇതാണ് പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി സർക്കാർ ഏറ്റെടുത്ത ഭൂമി. പാലക്കാടിന്റെ മാത്രമല്ല, ഒരു കാലത്ത് കേരളത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായിരുന്നു കോച്ച് ഫാക്ടറി. പക്ഷേ പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ വന്നു, സർക്കാർ ഭൂമി ഏറ്റെടുത്തു, തറക്കല്ലിടൽ വരെ നടന്നു. എന്നിട്ടും പദ്ധതി മാത്രം നടപ്പായില്ല. കേന്ദ്ര സർക്കാർ കൂടി കൈയൊഴിഞ്ഞതോടെ ഏറ്റെടുത്ത ഭൂമിയുടെ അവസ്ഥ ഇതാണ്. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ച് സേലം റെയിൽവേ ഡിവിഷൻ രൂപീകരിച്ചപ്പോൾ കേരളത്തിന് നൽകിയ വാഗ്ദാനമായിരുന്നു ടൗൺഷിപ്പോട് കൂടിയ കോച്ച് ഫാക്ടറി. 2008 റെയിൽവേ ബജറ്റിൽ കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അതിവേഗം ഭൂമി ഏറ്റെടുത്തു നൽകി. 2012 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്നത്തെ റെയിൽവേ മന്ത്രി ദിനേശ് ത്രിവേദിയും ചേർന്ന് പാലക്കാട് കോട്ടമൈതാനത്ത് വെച്ച് കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടു. എന്നാൽ പദ്ധതി അനന്തമായി നീണ്ടു. ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമിയുടെ അവസ്ഥ ഇതാണ്. പദ്ധതി ഉപേക്ഷിച്ചെന്നും ഫാക്ടറി ആരംഭിക്കില്ലെന്നും റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ ആവർത്തിച്ചു പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് കേരള സർക്കാർ ഏറ്റെടുത്ത് റെയിൽവേക്ക് വിലക്ക് കൈമാറിയതാണ് 239 ഏക്കർ. സ്ഥലം വിട്ടു നൽകിയവർ ജോലി എന്ന സ്വപ്നവുമായി ഇപ്പോഴും ഇവിടെയുണ്ട്. ഭൂമി അനാഥമാകാതെ എങ്ങനെ പാലക്കാടിന് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാമെന്നതിന് MLAയുടെ വിശദീകരണം ഇങ്ങനെ. കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് കൊടുത്തതാണ്. ഈ നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കുന്നതിൻ്റെ ഭാഗമായി അന്ന് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി ഉള്ള കാലത്ത് നമുക്കൊരു കോച്ച് ഫാക്ടറി അനുവദിച്ചതാണ്. അത് ആവശ്യപ്പെട്ട സ്ഥലത്തിലധികം നമ്മൾ എടുത്തു കൊടുത്തു. അത് 431 ഏക്കർ എടുത്തു. അതിൽ 260 ഏക്കർ അവർക്ക് മതി പറഞ്ഞു. അത് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇന്ന് വരെ തുടങ്ങാത്ത കേന്ദ്ര ഗവൺമെന്റ് അല്ലേ. സംസ്ഥാന ഗവൺമെന്റിന് എന്താ പദ്ധതി എന്നൊക്കെ ചോദിക്കുന്നതിൽ എന്താ അർത്ഥം? എന്നാൽ സംസ്ഥാനം ആദ്യം വികസന പദ്ധതികൾ മുന്നോട്ട് വെക്കട്ടെ എന്നാണ് BJPയുടെ നിലപാട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുന്നതല്ലാതെ ഒരു വികസനവും നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്രദേശം ഇങ്ങനെ കാട് മൂടിക്കിടക്കാൻ തുടങ്ങിയതോടെ വന്യജീവികളുടെ സ്വൈരവിഹാര കേന്ദ്രമാണ് ഇതിപ്പോൾ. ആനയുള്ള കാടാണ്, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആന ഒരു സമയത്ത് വരാൻ പറ്റില്ല. വല്ല മൃഗങ്ങൾ നിറയുണ്ട്. ഇന്നലെ അടക്കം മാന് ഈ വിഭാഗത്തിന് ഉണ്ടായിരുന്നു. കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമി ഉപയോഗിക്കുന്നില്ലെങ്കിൽ തിരിച്ചു നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. വലിയ വാഗ്ദാനങ്ങളോടെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്വപ്ന പദ്ധതി അതിപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കയായി മാറുകയാണ്. ആ ആശങ്കയ്ക്ക് അധികൃതർ ഉത്തരം പറഞ്ഞേ മതിയാവൂ. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. ഇപ്പോൾ കേരളത്തിന്റെ എയിംസ് എന്ന ഇപ്പോഴും ഏറെ നിൽക്കുന്ന മധുരമനോഹരമായ വാഗ്ദാനം പോലൊന്നായിരുന്നു കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി. അതില്ല എന്ന് പറഞ്ഞിട്ടും ആ ഭൂമി ഏറ്റെടുത്ത ഭൂമിയൊക്കെ അങ്ങനെ കാട് കയറി, പാമ്പും കയറി, ആനയും ഇറങ്ങി അങ്ങനെ നശിച്ച് നാനാവിധമായി കിടക്കുകയാണ്. സങ്കടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.